നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ഡെലിവറി ഡ്രൈവർമാരെ ഒഴിവാക്കാൻ UPS ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് യൂണിറ്റ് യൂണിയൻ. ലോകപ്രശസ്ത കൊറിയർ കമ്പനിയായ UPS തങ്ങളുടെ ഡെലിവറി സേവനങ്ങൾ പൂർണ്ണമായും ഔട്ട്സോഴ്സിംഗിലേക്ക് മാറ്റാൻ ഒരുങ്ങുന്നതിനെതിരെ UKയിലെ പ്രമുഖ തൊഴിലാളി യൂണിയനായ യുണൈറ്റ് രംഗത്തെത്തി. കമ്പനിയുടെ ഈ നീക്കം വൻതോതിലുള്ള തൊഴിൽ നഷ്ടത്തിന് കാരണമാകുമെന്നും UPSന്റെ ഐക്കണിക് ബ്രൗൺ ഡെലിവറി വാനുകളുടെ അന്ത്യത്തിന് വഴിവെക്കുമെന്നും യൂണിയൻ മുന്നറിയിപ്പ് നൽകി. പുതിയ പദ്ധതി പ്രകാരം 2027 ജൂണോടെ കമ്പനി തങ്ങളുടെ സ്ഥിരം ഡെലിവറി ജീവനക്കാരെ പൂർണ്ണമായും ഒഴിവാക്കും. പകരം സ്വന്തമായി വാഹനമുള്ള സ്വയം തൊഴിൽ ഡ്രൈവർമാരെയും മൂന്നാം കക്ഷി ഏജൻസികളെയുമാകും ആശ്രയിക്കുക. ഇതോടെ നിലവിലുള്ള 4000 ജീവനക്കാരുടെ എണ്ണം വെറും 800 ചുരുങ്ങും. താൽക്കാലിക ജീവനക്കാരാകുന്നതോടെ ഡ്രൈവർമാർക്ക് അടിസ്ഥാന തൊഴിൽ അവകാശങ്ങളോ ജോലി സുരക്ഷയോ ശമ്പളത്തോടു കൂടിയ അവധിയോ സിക്ക് പേയോ ലഭിക്കില്ല. 2025 മാത്രം $7.9 ബില്യൺ ലാഭമുണ്ടാക്കിയ ഒരു ആഗോള കമ്പനി തങ്ങളുടെ ലാഭം ഇനിയും വർദ്ധിപ്പിക്കാനായി ജീവനക്കാരെ ചൂഷണം ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് യുണൈറ്റ് ജനറൽ സെക്രട്ടറി ഷാരോൺ ഗ്രഹാം പറഞ്ഞു. തീരുമാനം തിരുത്തിയില്ലെങ്കിൽ രാജ്യത്തെ 51 കേന്ദ്രങ്ങളിലെ ജീവനക്കാരെ അണിനിരത്തി ശക്തമായ സമരത്തിലേക്ക് നീങ്ങുമെന്നും യൂണിയൻ വ്യക്തമാക്കി. പ്രതിഷേധം ശക്തം. ഫോസ്റ്ററിംഗ് പാനലുകൾ നിർത്തലാക്കാനുള്ള തീരുമാനം UK സർക്കാർ ഉപേക്ഷിച്ചു. കുട്ടികളെ ദത്തെടുക്കുന്നതും പരിചരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫോസ്റ്ററിംഗ് പാനലുകൾ നിർത്തലാക്കാനുള്ള നീക്കത്തിൽ നിന്നും UK വിദ്യാഭ്യാസ വകുപ്പ് പിന്തിരിഞ്ഞു. ഫോസ്റ്റർ കെയർമാരുടെ അംഗീകാരത്തിനും ആദ്യകാല വിലയിരുത്തലുകൾക്കും പാനലുകൾ ഒഴിവാക്കാനായിരുന്നു സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഈ നീക്കം കുട്ടികളുടെ സുരക്ഷയെ ബാധിക്കുമെന്ന ആശങ്കയോടെ പ്രമുഖ സന്നദ്ധ സംഘടനകളും ഈ മേഖലയിലെ വിദഗ്ധരും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചതോടെയാണ് സർക്കാർ തീരുമാനം മാറ്റിയത്. പാനലുകൾ ഒഴിവാക്കുന്നത് കുട്ടികളുടെ സുരക്ഷാ മാനദണ്ഡങ്ങളെ തകിടം മറിക്കുമെന്ന സ്വതന്ത്രമായ മേൽനോട്ടം ഇല്ലാതാക്കുമെന്നും കോറം ഓഫ് ഫോസ്റ്ററിംഗ് നെറ്റ്വർക്ക് തുടങ്ങി 9 പ്രമുഖ സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സർക്കാരിൻ്റെ കൺസൾട്ടേഷനിൽ പങ്കെടുത്ത 2/3 ആളുകളും പാനലുകൾ നിലനിർത്തണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഈ പശ്ചാത്തലത്തിൽ പാനലുകൾ പൂർണ്ണമായി നിലനിർത്തുമെന്നും എന്നാൽ അവയുടെ പ്രവർത്തനം കൂടുതൽ സമയബന്ധിതവും കാര്യക്ഷമവുമാക്കാൻ പുതിയ മാർഗരേഖകൾ ഈ വർഷം പുറത്തിറക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. അതേസമയം ഫോസ്റ്റർ കെയർമാർക്കെതിരെയുള്ള പരാതികൾ കൂടുതൽ സുതാര്യവും വേഗത്തിലും അന്വേഷിക്കുന്നതിനുള്ള മറ്റ് പരിഷ്കാരങ്ങളുമായി സർക്കാർ മുന്നോട്ടു പോകും. വിസ നിയമ പരിഷ്കാരങ്ങൾക്കെതിരെ വെസ്റ്റ്മിൻസ്റ്ററിൽ കുടിയേറ്റ കെയർ ജീവനക്കാരുടെ വൻ പ്രതിഷേധം. UK സർക്കാരിൻ്റെ പുതിയ വിസ നിയമ പരിഷ്കാരങ്ങൾക്കെതിരെ നൂറുകണക്കിന് കുടിയേറ്റ കെയർ ജീവനക്കാർ ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്ററിലും പാർലമെൻറ്റ് സ്ക്വയറിലും വൻ പ്രതിഷേധ റാലി നടത്തി. UKയിലെ പ്രമുഖ ട്രേഡ് യൂണിയനായ യൂണിസെൻ്റ് ഫെയർ വിസ ക്യാമ്പയിനിൻ്റെ ഭാഗമായിരുന്നു ഈ സമരം. UKയിൽ സ്ഥിരതാമസത്തിനുള്ള യോഗ്യതാ കാലാവധി നിലവിലെ 5 വർഷത്തിൽ നിന്നും 10 മുതൽ 15 വർഷം വരെയായി ഉയർത്താനുള്ള സർക്കാർ നീക്കമാണ് കനത്ത പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. ഒരു പ്രത്യേക തൊഴിലുടമയുമായി മാത്രം വിസ ബന്ധിപ്പിക്കുന്ന നിലവിലെ സ്പോൺസർഷിപ്പ് രീതി കുടിയേറ്റ തൊഴിലാളികളെ ചൂഷണങ്ങളിലേക്ക് തള്ളിവിടുകയാണെന്ന് യൂണിസൺ ജനറൽ സെക്രട്ടറി ആൻഡ്രിയ ഈഗൻ കുറ്റപ്പെടുത്തി. കഠിനാധ്വാനം ചെയ്യുന്ന കുടിയേറ്റ തൊഴിലാളികളോട് രാജ്യം പകുതി വഴിയിൽ വെച്ച് നിയമങ്ങൾ മാറ്റുന്നത് അനീതിയാണെന്ന് റാലിയെ അഭിസംബോധന ചെയ്ത് ലേബർ പാർട്ടി MP ഏഞ്ചല റെയ്നർ പറഞ്ഞു. നിലവിൽ രാജ്യത്തെ മുതിർന്നവരുടെ കെയർ മേഖലയിൽ 1,11,000-ലധികം ഒഴിവുകൾ നികത്തപ്പെടാതെ കിടക്കുകയാണ്. അന്താരാഷ്ട്ര റിക്രൂട്ട്മെന്റിൽ വൻ ഇടിവ് സംഭവിച്ച ഈ സാഹചര്യത്തിൽ പുതിയ നിയമങ്ങൾ കെയർ മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നും 5 വർഷത്തെ സ്ഥിരതാമസ കാലാവധി നിലനിർത്തണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. വിവേചനപരമായ ആക്രമണം. നഴ്സുമാരോട് അക്രമികൾക്ക് ID കാർഡ് കാണിക്കാൻ നിർദ്ദേശിച്ച സംഭവം അപലപനീയം. വടക്കൻ ബെൽഫാസ്റ്റിൽ വംശീയ അക്രമകാരികളായ മുഖംമൂടിധാരികൾക്ക് മുന്നിൽ ഐഡന്റിറ്റി കാർഡ് കാണിക്കാൻ പോലീസ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട നഴ്സുമാർക്ക് നിർദ്ദേശം നൽകിയെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ UK രാഷ്ട്രീയത്തിൽ വൻ പ്രതിഷേധം. ഫസ്റ്റ് മിനിസ്റ്റർ മിഷേൽ ഓ'നെയിൽ ഈ സംഭവത്തെ തികച്ചും അറപ്പുളവാക്കുന്നതും ലജ്ജാകരവുമാണെന്ന് വിശേഷിപ്പിച്ചു. കഴിഞ്ഞയാഴ്ച ബെൽഫാസ്റ്റിൽ കത്തിക്കുത്തിനെ തുടർന്നുണ്ടായ വംശീയ കലാപത്തിൽ വിദേശ ആരോഗ്യ പ്രവർത്തകർ വ്യാപകമായി ലക്ഷ്യമിട്ടപ്പെട്ടിരുന്നു. മാറ്റർ ഹോസ്പിറ്റലിന് സമീപം ഒരു നേഴ്സിന് അക്രമികൾക്കിടയിലൂടെ സ്വന്തം നിലയിൽ വഴിമാറിപ്പോകേണ്ടി വന്നതായി ആരോഗ്യമന്ത്രി മൈക്ക് നെസ്ബിറ്റും സ്ഥിരീകരിച്ചു. അന്താരാഷ്ട്ര ആരോഗ്യ പ്രവർത്തകർ ഇല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യരംഗം തകരുമെന്നും ജനങ്ങൾ മരിക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നഴ്സുമാരുടെ മുഖംമൂടിധാരികൾക്ക് ID കാണിക്കാൻ പോലീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്മേൽ അടിയന്തരവും ഗൗരവമേറിയതുമായ അന്വേഷണം വേണമെന്ന് മിഷേൽ ഓ'നീൽ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ വിഷയത്തിൽ പോലീസിന് ഇതുവരെ നേരിട്ട് പരാതികൾ ലഭിച്ചിട്ടില്ലെന്നും ട്യൂസ്ഡേ രാത്രിയിലെ രേഖകൾ പരിശോധിച്ചു വരികയാണെന്നും PSNI അസിസ്റ്റന്റ് ചീഫ് കോൺസ്റ്റബിൾ റയാൻ ഹെൻഡേഴ്സൺ വ്യക്തമാക്കി. അസംബ്ലിയിൽ DUP അംഗം ഡെബോറ എസ്കിൻ
വിദേശ നഴ്സുമാരുടെ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കവേ വികാരാധീനയായി കണ്ണീർ വാർത്തു. UK-യിൽ 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ നിരോധനം വരുന്നു. എതിർപ്പുമായി വൻകിട ടെക് കമ്പനികൾ. UK-യിൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കാൻ സർക്കാർ ഒരുങ്ങുന്നു. പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ പ്രഖ്യാപിച്ച ഈ പുതിയ നിയന്ത്രണങ്ങൾ വരും വർഷം വസന്തകാലത്തോടെ നിലവിൽ വരും. കുട്ടികളുടെ ഓൺലൈൻ സുരക്ഷ മുൻനിർത്തിയാണ് ടിക്ടോക്ക്, സ്നാപ്ചാറ്റ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പ്രമുഖ പ്ലാറ്റ്ഫോമുകൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്നത്. ഈ നിയമം നടപ്പിലാക്കാൻ ആവശ്യമായ പ്രായം പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ ഒക്ടോബറോടെ രൂപകൽപ്പന ചെയ്യാൻ ടെക്നോളജി സെക്രട്ടറി ലിസ് കെൻഡർ റെഗുലേറ്ററായ ഒഫ്കോമിനോട് ആവശ്യപ്പെട്ടു. എന്നിരുന്നാലും ഈ സമ്പൂർണ്ണ നിരോധനം കുട്ടികളെ കൂടുതൽ സുരക്ഷിതമല്ലാത്തതും നിയന്ത്രണമില്ലാത്തതുമായ മറ്റ് ഡാർക്ക് പ്ലാറ്റ്ഫോമുകളിലേക്ക് നയിക്കുമെന്ന മുന്നറിയിപ്പുമായി മെറ്റ, സ്നാപ്ചാറ്റ്, യൂട്യൂബ് തുടങ്ങിയ ആഗോള ടെക് കമ്പനികൾ രംഗത്തെത്തിയിട്ടുണ്ട്. കുട്ടികളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഓൺലൈൻ കൂട്ടായ്മകളിൽ നിന്ന് ഇത് അകറ്റുമെന്നും അവർ വാദിക്കുന്നു. എന്നാൽ കുട്ടികളുടെ സന്തോഷവും സുരക്ഷയും വെച്ച് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. 2023 ക്രൂരമായി കൊല്ലപ്പെട്ട ബ്രയാന എന്ന പെൺകുട്ടിയുടെ മാതാവ് എസ്റ്റർ ഗേ ഉൾപ്പെടെയുള്ള നിരവധി രക്ഷിതാക്കൾ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. എന്നാൽ നിരോധനം വളരെ ലളിതമായ ഒരു സമീപനമാണെന്നും കമ്പനികളെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഇത് കാരണമാകുമെന്നും ചില ചൈൽഡ് കമ്മീഷണർമാർ വിമർശിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്കെതിരെയുള്ള ആസൂത്രിത ആക്രമണങ്ങൾക്ക് പിന്നിൽ റഷ്യയെന്ന് വെളിപ്പെടുത്തൽ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെ വീടിനും കാറിനും നേരെ നടന്ന തീവെപ്പ് ആക്രമണങ്ങൾക്ക് പിന്നിൽ റഷ്യൻ ഭരണകൂടമെന്ന് BBC അന്വേഷണത്തിൽ വ്യക്തമായി. ഈ ഗൂഢാലോചന കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഉക്രൈനിയൻ നിർമ്മാണ തൊഴിലാളി റോമൻ ലാവ്റിനോവിച്ചിനെ ഒപ്പം മറ്റൊരു ഉക്രൈൻ വംശജനായ സ്റ്റാനിസ്ലാവ് കാർപിയുക്കിനെയും കഴിഞ്ഞ ദിവസം ഓൾഡ് ബെയ്ലി കോടതി ശിക്ഷിച്ചിരുന്നു. സോഷ്യൽ മീഡിയ വഴിയും ടെലിഗ്രാം വഴിയും EL എന്ന വ്യാജപ്പേരിൽ റഷ്യൻ ഏജന്റായ ലുഷിൻ ആണ് ഇവരെ റിക്രൂട്ട് ചെയ്തതെന്ന് BBC കണ്ടെത്തി. 23-കാരനായ ഇയാൾ ഒരു മുതിർന്ന റഷ്യൻ ഉദ്യോഗസ്ഥന്റെ മകനും നയതന്ത്രജ്ഞനുമാണ്. ബ്രിട്ടനിൽ വംശീയ വിദ്വേഷം വളർത്താനും ഭിന്നിപ്പുണ്ടാക്കാനുമായി റഷ്യൻ ഏജന്റുമാർ ഡയറക്റ്റ് ആക്ഷൻ UK എന്ന പേരിൽ വ്യാജ തീവ്ര വലതുപക്ഷ ഓൺലൈൻ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിരുന്നു. പണം വാഗ്ദാനം ചെയ്ത് ഇവർ വിദ്വേഷ മുദ്രാവാക്യങ്ങൾ എഴുതിച്ചു. കീർ സ്റ്റാർമറെ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കുന്ന വീഡിയോകൾ പ്രചരിപ്പിച്ചതും ടോമി റോബിൻസൺ പോലുള്ള തീവ്ര വലതുപക്ഷ നേതാക്കൾ വഴി കള്ളങ്ങൾ പ്രചരിപ്പിച്ചതും മോസ്കോയിൽ നിന്നുള്ള അക്കൗണ്ടുകളാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. എന്നാൽ തങ്ങൾക്ക് ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് റഷ്യൻ എംബസി പ്രതികരിച്ചു. വിസ നിയമപരിഷ്കാരവും റിഫോം പേടിയും. UK-യിലെ കുടിയേറ്റക്കാർ കനത്ത ആശങ്കയിൽ. UK-യിലെ കുടിയേറ്റക്കാരുടെ സ്ഥിരതാമസ അവകാശങ്ങൾ വെട്ടിച്ചുരുക്കുന്ന പുതിയ സർക്കാർ നയം മലയാളികൾ ഉൾപ്പെടെയുള്ള 10,000-കണക്കിന് വിദേശികളെ കനത്ത ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. സ്ഥിരതാമസത്തിനുള്ള അവകാശമായി ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ലഭിക്കുന്നതിനുള്ള കാലാവധി നിലവിലെ 5 വർഷത്തിൽ നിന്നും 10 വർഷമായി ഉയർത്താനാണ് സർക്കാർ ആലോചിക്കുന്നത്. കൂടാതെ ഇതിനായി UK ചരിത്രവും സംസ്കാരവും അടങ്ങിയ ലൈഫ് ഇൻ ദി UK പരീക്ഷ പാസ്സാകുകയും വേണം. തുടർച്ചയായി 12 മാസത്തിലേറെ സാമൂഹ്യക്ഷേമ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയവർക്ക് PR ലഭിക്കാൻ 20 വർഷം വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന നിബന്ധനയും വലിയ തിരിച്ചടിയാണ്. പഠനവൈകല്യമുള്ളവരും വർഷങ്ങളായി യൂണിവേഴ്സൽ ക്രെഡിറ്റ് പോലുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരുമായ സാധാരണ തൊഴിലാളികൾ ഇതോടെ വലിയ പ്രതിസന്ധിയിലാകും. ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദിൻ്റെ ഈ നിർദ്ദേശങ്ങൾ പൂർവ്വകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കിയാൽ പലരുടെയും സ്ഥിരതാമസ സ്വപ്നം തകരും. വിസ പുതുക്കാനുള്ള ഭാരിച്ച ചെലവുകൾ ജീവിതം ദുരിതത്തിലാക്കുമെന്നും ഇവർ ഭയപ്പെടുന്നു. ഇതിനിടെ അധികാരത്തിലെത്തിയാൽ PR എടുത്തുകളയുമെന്ന റിഫോം UK പാർട്ടിയുടെ പ്രഖ്യാപനവും കുടിയേറ്റക്കാരെ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ റിഫോം പാർട്ടി അധികാരത്തിൽ വന്നേക്കാമെന്ന ഭയത്താൽ നിലവിൽ PR ഉള്ള പല വിദേശികളും ഇപ്പോൾ പൗരത്വം നേടിയെടുക്കാനുള്ള തത്രപ്പാടിലാണ്. അനധികൃത കുടിയേറ്റക്കാർക്ക് പൊതുമാപ്പുമായി സ്പെയിൻ. അപേക്ഷകരുടെ എണ്ണം 10 ലക്ഷം കവിയുന്നു. അനധികൃത കുടിയേറ്റക്കാർക്ക് നിയമപരമായ താമസാനുമതി നൽകുന്നതിനായി സ്പെയിൻ പ്രഖ്യാപിച്ച പൊതുമാപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷകരുടെ വൻ പ്രവാഹം. 5 ലക്ഷം പേർ അപേക്ഷിക്കുമെന്നാണ് കുടിയേറ്റ മന്ത്രാലയം കണക്കുകൂട്ടിയിരുന്നതെങ്കിലും ഇതിനകം 9 ലക്ഷത്തിലധികം അപേക്ഷകൾ ലഭിച്ചു കഴിഞ്ഞു. അപേക്ഷിക്കാൻ 2 ആഴ്ച കൂടി ബാക്കി നിൽക്കെ മൊത്തം അപേക്ഷകരുടെ എണ്ണം 10 ലക്ഷം കവിയുമെന്നാണ് സന്നദ്ധ സംഘടനയായ CR വ്യക്തമാക്കുന്നത്. രാജ്യത്തെ അനധികൃത അഭയാർത്ഥികളെ നിയമവിധേയമാക്കുന്നത് നീതിപൂർവമായ നടപടിയാണെന്നും അത് രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പെഡ്രോ സാൻഷസ് പറഞ്ഞു. ഹോസ്പിറ്റാലിറ്റി, കെയർ ഹോം തുടങ്ങിയ മേഖലകളിലെ കടുത്ത തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ കുടിയേറ്റക്കാർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. 2026 ഏപ്രിൽ മുതൽ സ്പെയിനിൽ 3,60,000 താൽക്കാലിക വർക്ക് പെർമിറ്റുള്ള അനുവദിച്ചിട്ടുണ്ട്. അപേക്ഷ സ്വീകരിക്കപ്പെട്ടാൽ ഉടൻ തന്നെ കുടിയേറ്റക്കാർക്ക് ജോലി ചെയ്ത് 5 മാസമെങ്കിലും സ്പെയിനിൽ താമസിച്ചവർക്കും 1 വർഷത്തെ താൽക്കാലിക റെസിഡൻറ്റ് പെർമിറ്റ് ലഭിക്കും.
ഇതിനായി സ്പെയിനിൽ മുൻപ് ജോലി ചെയ്തിരുന്നുവെന്നോ അല്ലെങ്കിൽ കുടുംബം ഒപ്പമുണ്ടെന്നോ ഇവർ തെളിയിക്കണം. എന്നാൽ ഈ പദ്ധതി പൊതുസേവനങ്ങളെ ബാധിക്കുമെന്ന് പ്രതിപക്ഷമായ പീപ്പിൾസ് പാർട്ടി വിമർശിക്കുന്നു. അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന സാൻഷസിൻ്റെ സോഷ്യലിസ്റ്റ് പാർട്ടി രാഷ്ട്രീയ നേട്ടത്തിനാണ് ഇത് ചെയ്തതെന്നും അവർ ആരോപിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും ക്യൂ മലയാള UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ ക്യൂ മലയാള UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.